ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പോളർ ബ്ലൂ പാരറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്വേറിയത്തിൽ അത്യാവശ്യം ഇപ്പോൾ ഈ കാണുന്ന കല്ലുകളൊക്കെ നമ്മളിപ്പോൾ പുതുതായിട്ട് വെച്ചതാണ്. പക്ഷേ വെച്ച് 2 ദിവസം ആകുമ്പോഴത്തേന് നമ്മുടെ പോളർ എഗ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 7 ഡേയ്സിൻ്റെ ഉള്ളിൽ എഗ് വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഫിഷ് കീപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ ബ്രീഡായിട്ടുള്ള ഒരു ഐറ്റമാണ് സിക്ലിഡ്സാണ് ഈ പോളർ ബ്ലൂ പാരറ്റ് കേട്ടോ. അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ ബ്രീഡിങ് കഴിയുന്തോറും ബേബീസിൻ്റെ കൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു 100% മേളിലേക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും ചെറിയതായതുകൊണ്ടാണ്. കറക്റ്റ് നോക്കിയാൽ നമുക്ക് കണ്ടാൽ അറിയാം, അത്രയും ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒരു 100 കുഞ്ഞുങ്ങൾക്ക് മുകളിൽ എന്തായാലും ഉണ്ട്. 100 അല്ല, നമ്മളൊരു ഏകദേശം പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ സിക്ലിഡ്സ് ഫാമിലി തന്നെ ഏറ്റവും ചെറിയ സിക്ലിഡ്സും പിന്നെ ഒരു സ്റ്റാർട്ടേഴ്സിന് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സിക്ലിഡും കൂടെയാണ് കേട്ടോ. പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, ഒരു എയറേഷനോ ഫിൽട്രേഷനോ ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർ വീട്ടിലാണെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യും, സർവൈവ് ആവും. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഇവർക്ക് മെയിനായിട്ട് വേണ്ട ഒരു പ്ലാന്റഡ് അക്വേറിയം ഒരിക്കലും ഇവർക്ക് സെറ്റ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ അത്യാവശ്യത്തിന് ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നതുകൊണ്ട് പ്ലാന്റൊക്കെ മേലേക്ക് പൊന്തി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഇവർ ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതേപോലത്തെ റോക്ക് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യാൻ ഒന്നുകൂടി അക്വേറിയത്തിന് ഭംഗി കൂട്ടുട്ടാ. അപ്പോൾ ഇതിൻ്റെ ഫുൾ സൈസ് എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ കയ്യിലൊരു വർഷത്തിന് മുകളിലായി ഈ ഒരു ബ്രൂഡ് സ്റ്റോക്കിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. കണ്ടില്ലേ? അപ്പോൾ ഇത് നൈറ്റിലെടുത്ത് നമ്മളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നൊരു വിഷയമാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് പറയണം നമ്മൾ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തും. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫിഷുകളെ ഫസ്റ്റ് കീപ്പ് ചെയ്ത ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 2 അടി നീളം, 1 അടി വീതിയും 1 അടി ഹൈറ്റിലാണ് ഈ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫിഷ് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് നമുക്ക് അക്വേറിയംസും ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ കൂട്ടി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ ബ്രീഡിങ്ങിൽ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുമാർ ഇപ്പോൾ ഏകദേശം 1 ഇഞ്ച് സൈസിന് മേളിക്കായിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഇതിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ PM ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് റിപ്ലൈ തരുന്നതാണ്.